എനിക്കും ഏറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആത്മശോധന ചെയ്യുന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തേതായിരുന്നു പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് ആത്മശോധന എന്ന്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ 5 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ്. അത് നമ്മൾ ആത്മശോധന ചെയ്ത പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക അല്ലെ അനുതപിക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചായിരുന്നു, പശ്ചാത്താപം ഉണ്ടാകാത്ത പല വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരത് ഏറ്റുപറഞ്ഞിട്ടുമുണ്ട്. ആത്മശോധന ചെയ്ത് കഴിഞ്ഞിട്ടും അനുതാപമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നവർ. എന്താണ് പശ്ചാത്താപം, എന്താണ് അനുതാപമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. പലർക്കും പാപത്തെക്കുറിച്ച് ഒരു ദുഃഖം ഉണ്ടാകാറുണ്ട് മനസ്സിൽ. ഈ ദുഃഖം തന്നെയാണ് അനുതാപം. അതല്ലാതെ ഞാൻ പാപിയാണല്ലോ എന്നോർത്തുള്ള നിരാശയല്ല, അത് കുറ്റബോധമാണ്. കുറ്റബോധം ഒരിക്കലും നമ്മളെ നന്മയിലേക്ക് വളർത്തുകയില്ല. എൻ്റെ ബലഹീനത കൊണ്ട് ഞാൻ പാപം ചെയ്തു, അതെൻ്റെ വീഴ്ചയാണ്. ഇനി ദൈവാനുഗ്രഹത്തോടെ എനിക്ക് മുന്നേറാനായിട്ട് സാധിക്കും, ദൈവത്തിൻ്റെ കൃപ വേണം അതിന് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ എൻ്റെ പാപം മൂലം ഞാൻ എൻ്റെ ദൈവത്തെ വേദനിപ്പിച്ചല്ലോ, ദുഃഖിപ്പിച്ചല്ലോ എന്നുള്ള ചിന്തയുണ്ടാകും. അതിനാണ് നമ്മൾ പശ്ചാത്താപം അല്ലെ അനുതാപം എന്ന് പറയുന്നത്. നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2 തരത്തിലുള്ള അനുതാപത്തെക്കുറിച്ച്, പശ്ചാത്താപത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒന്ന്, പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴുള്ളത് ഉത്തമ മനസ്താപവും അടിമ മനസ്താപവും എന്നാണ്. ഇപ്പോഴത്തെ ആധുനിക കാലത്ത് വേദപാഠ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് പൂർണ്ണ മനസ്താപവും അപൂർണ മനസ്താപവും എന്നാണ്. പൂർണ്ണ മനസ്താപം അല്ലെങ്കിൽ ഉത്തമ മനസ്താപം എന്ന് പറയുന്നത് സ്നേഹനിധനായ ദൈവത്തെ എൻ്റെ പാപം മൂലം ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നുള്ള ചിന്തയാണ്. ദൈവസ്നേഹത്തെ പ്രതി നമുക്കുണ്ടാകുന്ന ദുഃഖം അല്ലെ വേദന, മനസ്സിൻ്റെ താപം, അതാണ് ഉത്തമ മനസ്താപം എന്ന് പറയുന്നത്. അടിമ മനസ്താപം എന്ന് പറയുന്നത് എൻ്റെ പാപം മൂലം ദൈവം എന്നെ ശിക്ഷിക്കുമല്ലോ എന്നോർത്തിട്ടുള്ള ദുഃഖമാണ്, വേദനയാണ്, വിഷമമാണ്. ആദ്യത്തേത് ദൈവസ്നേഹത്തെ പ്രതിയാണെങ്കിൽ അടിമ മനസ്താപത്തിൽ എന്നെ പ്രതിയാണ് ഞാൻ വേദനിക്കുന്നത്, കാരണം ദൈവം എന്നെ ശിക്ഷിക്കുമല്ലോ എന്നോർത്തിട്ടുള്ള ദുഃഖം. കുമ്പസാരത്തിന് അവിഭാജ്യ ഘടകമായിട്ടുള്ളത് ഇതിലേതെങ്കിലും ഒരു മനസ്താപം മതി എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. നല്ലത് ഉത്തമ മനസ്താപമാണ്, പൂർണ്ണ മനസ്താപമാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് ഒരു പക്ഷേ അതുണ്ടായെന്ന് വരികയില്ല, കാരണം അത്രയൊന്നും നമ്മൾ വിശുദ്ധിയിലൊന്നും വളരാത്തവർ ആയതുകൊണ്ട്. വിശുദ്ധിയിൽ വളർന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തമ മനസ്താപം ഉണ്ടാകും, പൂർണ്ണ മനസ്താപം ഉണ്ടാകും, ദൈവത്തെ വേദനിപ്പിച്ചല്ലോ എന്ന്. പക്ഷേ അടിമ മനസ്താപം നമുക്കൊക്കെ ഉണ്ടാകും, കാരണം അതിന് ദൈവം എന്നെ ശിക്ഷിക്കുമല്ലോ എന്നോർത്തിട്ടാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മനസ്താപം ഉണ്ടെങ്കിൽ നമുക്ക് കുമ്പസാരത്തിൽ എൻ്റെ അനുഗ്രഹം കിട്ടും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ അപകടമെന്ന് പറയാൻ സാധിക്കുന്നത്, ചില പാപത്തെക്കുറിച്ചാണ് പലർക്കും മനസ്താപം ഉണ്ടാകുന്നത് അല്ലെ അനുതാപം ഉണ്ടാകുന്നത്. എല്ലാ പാപത്തെക്കുറിച്ചും അനുതാപം ഉണ്ടാകണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഞാനിതെന്തിന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആത്മശോധന ചെയ്ത് കണ്ടുപിടിച്ച പാപങ്ങളിൽ ചില പാപങ്ങളെ ഇനിയൊരു അവസരം വന്നാലും ചെയ്യും അല്ലെ ചെയ്യാൻ സാധ്യതയുണ്ട്, നമുക്ക് തന്നെ അറിയാം. അവസരമൊക്കാത്തത് കൊണ്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത്തരം പാപങ്ങളെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ദുഃഖമുണ്ടാകാറില്ല. അല്ലെങ്കിൽ ഒരു കാലത്തേക്ക്, നോമ്പ് കാലത്തേക്ക് മാത്രം അത് മാറ്റിവെക്കുക. നോമ്പ് കാലം കഴിഞ്ഞാൽ വീണ്ടും ആ തെറ്റിലേക്ക് വീണ്ടും പോകാം എന്ന് ചിന്തിക്കുന്ന സാധ്യതയുണ്ട്. അത് കുമ്പസാരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലഭ്യതയ്ക്ക് തടസ്സമായിട്ട് തീരും. ഉദാഹരണം പറഞ്ഞാൽ, നോമ്പ് കാലത്തൊക്കെ മദ്യപിക്കാതിരിക്കുക,
ഈ 50 ദിവസം മദ്യപിക്കാതിരിക്കുക. പിന്നീട് നോമ്പ് വീടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മറന്നുപോയി. അതേപോലെ തന്നെ പരദൂഷണം പറയുന്ന സ്വഭാവം, നോമ്പ് കാലത്ത് പരമാവധി ഇത് വേണ്ടാന്ന് വെക്കും. നോമ്പ് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ ആ പഴയതിലേക്ക് പോകും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ തെറ്റുകളെക്കുറിച്ച്, ആ പാപങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ അനുതാപമില്ല എന്നുള്ളതാണ്. അതേസമയം മറ്റ് ചില പാപങ്ങളെക്കുറിച്ചൊക്കെ അനുതാപം അല്ലെ മനസ്താപം തോന്നുകയും ചെയ്യും. അപ്പോൾ കുമ്പസാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കുമ്പസാരത്തിൽ നമുക്കുണ്ടാകേണ്ടത് എല്ലാ തെറ്റിനെക്കുറിച്ചും അനുതാപം വേണം. ആത്മശോധന ചെയ്ത് കണ്ടുപിടിക്കുന്ന എല്ലാ തെറ്റിനെക്കുറിച്ചും നമുക്ക് അനുതാപം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അനുതാപത്തിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ് നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങളിലെ 3-ാമത്തെ കാര്യം. അത് നമുക്കറിയാം, മേലിൽ പാപം ചെയ്യുകയില്ല എന്നുള്ള പ്രതിജ്ഞ. പാപത്തെക്കുറിച്ച് ശരിക്കും അനുതാപം തോന്നിയാൽ, മനസ്താപം തോന്നിയാൽ, ദുഃഖം തോന്നിയാൽ, ഇനി ജീവൻ പോയാലും ഞാൻ ഈ പാപം ആവർത്തിക്കുകയില്ല എന്നൊരു തീരുമാനം എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. നമുക്ക് അനുതാപം ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണം അതാണ്, മേൽ പാപം ചെയ്യുകയില്ല എന്നുള്ള പ്രതിജ്ഞ. ഒരിക്കലൊരു കുട്ടിയോട് മനസ്താപപ്രകടനം ചെല്ലാൻ പറഞ്ഞപ്പോൾ അവൻ മനസ്താപപ്രകടനമൊക്കെ ചെല്ലുക. എൻ്റെ അവസാനം ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനാണ്. പക്ഷെ അവൻ അത് ചെല്ലുകയില്ല. അതിനോട് അത് ചെല്ലാൻ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, മരിക്കാനൊന്നും ഞാൻ തയ്യാറൊന്നുമല്ല എന്ന്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ പ്രതിജ്ഞയൊക്കെ എടുക്കും. പക്ഷേ പ്രതിജ്ഞ എടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിലും ഈ കൊച്ചിൻ്റെ മനോഭാവം ഉള്ളതാണ്, മരിക്കാനൊന്നും ഞാൻ സന്നദ്ധനല്ല എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള അനുതാപം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ തയ്യാറാകും. കാരണം അത് ദൈവസ്നേഹത്തെ പ്രതിയുള്ള നമ്മുടെ ദുഃഖമാണ്, വേദനയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇനി ജീവിതത്തിൽ ദൈവത്തെ വേദനിപ്പിക്കില്ല എന്നുള്ള തീരുമാനമെടുക്കും. വിശുദ്ധരൊക്കെ അങ്ങനെയായിരുന്നു. നമുക്കും ഈ വിശുദ്ധിയിലേക്ക് തന്നെയല്ലേ വളരേണ്ടത്. നമുക്കും അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കണം. ഈ 2ഉം 3ഉം ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഒന്ന് ഉണ്ടെങ്കിലേ രണ്ടാമത്തേത് വരികയുള്ളൂ. അനുതാപമുണ്ടെങ്കിലേ നമ്മൾ ഈ തീരുമാനമെടുക്കുകയുള്ളൂ. ഒപ്പം തന്നെ മനസ്സിലാക്കണം, നമ്മുടെ കുമ്പസാരത്തിലൂടെ പാപമോചനം കിട്ടിയാലും പിന്നെയും നമ്മൾ അതേ പാപമല്ലേ ചെയ്യുന്നത് എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു കാലത്തിലാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഉത്തരം കിടക്കുന്നത് ഇവിടെയാണ്. ഓരോ കൂദാശയ്ക്കും 2 കാര്യങ്ങൾ അത്യാവശ്യമാണ്. അതൊന്ന് ഒരു പദാർത്ഥം, 2 ഒരു പ്രാർത്ഥന. ഏത് കൂദാശ എടുത്താലും അതിനെല്ലാം ഈ 2 കാര്യങ്ങളുണ്ട്. പദാർത്ഥവുമുണ്ട്, പ്രാർത്ഥനയുമുണ്ട്. ഇപ്പം മാമോദീസായിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ പദാർത്ഥമെന്ന് പറയുന്നത് വെള്ളമാണ്. വെള്ളമില്ലാതെ ഒരാളെ മാമോദീസ മുക്കാൻ സാധിക്കുകയില്ല. എത്ര ഉന്നതസ്ഥാനീയനായ മെത്രാനോ കർദിനാളോ അല്ലെ വിശുദ്ധനായിട്ടുള്ള അച്ഛനാണെങ്കിൽ പോലും വെള്ളമില്ലാതെ മാമോദീസ നടത്താൻ സാധിക്കില്ല. പദാർത്ഥം വേണം. മാമോദീസായുടെ പ്രാർത്ഥന എന്താണെന്ന് നമുക്കറിയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാർത്ഥന. വിശുദ്ധ കുർബാനയിലാണെങ്കിൽ നമുക്കറിയാം, പദാർത്ഥമെന്ന് പറയുന്നത് അപ്പവും വീഞ്ഞുമില്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ കുമ്പസാരത്തിൻ്റെ പദാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കുമ്പസാരമെന്ന കൂദാശയുടെ പദാർത്ഥം എന്ന് പറയുന്നത് ഈ മനസ്താപവും ഇനിമേലിൽ പാപം ചെയ്യുകയില്ല എന്നുള്ള പ്രതിജ്ഞയും പിന്നെ ഏറ്റുപറച്ചിലുമാണ്. അതാണ് കുമ്പസാരത്തിൻ്റെ പദാർത്ഥം. അതിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്, പാപമോചന പ്രാർത്ഥന. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുമ്പസാരമെന്ന കൂദാശയുടെ ഫലം നമുക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം ഈ പദാർത്ഥം നമ്മുടെ ഈ കൂദാശ സ്വീകരണത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിയിലേക്ക് വന്ന് കയറുമ്പോൾ കുമ്പസാരക്കൂട്ടിൽ അച്ഛൻ ഇരിപ്പുണ്ട്, എന്നാൽ ഇനി അങ്ങ് കുമ്പസാരിച്ചേക്കാം എന്ന് കരുതി വേഗം ചെന്ന് കുറച്ച് പാപങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോയാൽ കുമ്പസാരമായി എന്ന് കരുതുന്നവർ
ഈ കുമ്പസാരത്തിൽ, അവരുടെ കുമ്പസാരത്തിൽ അവർക്ക് ഈ പദാർത്ഥം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അനുതാപവും ഉണ്ടായില്ല, അതേപോലെ തന്നെ പ്രതിജ്ഞയുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പാപമോചനത്തിൻ്റെ അനുഭവം പൂർണ്ണമായിട്ട് ലഭിക്കാതെ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത പാപം തന്നെയല്ലേ പിന്നെയും പിന്നെയും ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി ഇതാണ്: നിങ്ങൾ കുമ്പസാരിച്ചപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്ന ഈ അനുതാപം, ഈ പശ്ചാത്താപം, ഈ മേലിൽ പാപം ചെയ്യില്ലെന്നുള്ള പ്രതിജ്ഞ എന്നുള്ള തീരുമാനം അതില്ലാതെ പോയി. അതില്ലാതെയുള്ള കുമ്പസാരത്തിന് എങ്ങനെയാണ് കുമ്പസാരത്തിൻ്റെ ഫലങ്ങൾ മുഴുവൻ ലഭിക്കുന്നത്? അതുകൊണ്ട് തിരിച്ചറിയുക, കുമ്പസാരം എന്ന കൂദാശയുടെ പദാർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ മനസ്താപവും ഈ മേലിൽ പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനമാണ്. അതില്ലാതെ കുമ്പസാരിച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ പാപമോചനം ലഭിക്കുകയില്ല. ആ കൂദാശ 100% വാസ്തവമാകുകയില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ആ പാപം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓർക്കുക, ഇത് കുമ്പസാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നമ്മളൊക്കെ തൃപ്തരാകുന്നത് കുറച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്നൊരു പ്രായശ്ചിത്വം വാങ്ങി പാപമോചന പ്രാർത്ഥനയും മേടിച്ച് അങ്ങ് പോയാൽ കുമ്പസാരമായി എന്ന്. പക്ഷേ നമ്മുടെ കുമ്പസാരം പൂർണ്ണമാകുന്നില്ല എന്ന് തിരിച്ചറിയുക. ഈ 2ഉം 3ഉം ഘടകങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ കുമ്പസാരിച്ചത്? ഞാനീ പറഞ്ഞതുപോലെ അച്ഛനെ കണ്ടപ്പോൾ, അച്ഛൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ, അല്ലെ പരിചയമില്ലാത്ത അച്ഛനെ കണ്ടപ്പോൾ നിങ്ങൾ കുമ്പസാരിക്കുകയല്ലായിരുന്നോ? അങ്ങനെ കുമ്പസാരിച്ചാൽ മനസ്സിലാക്കുക, ആ കുമ്പസാരം പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് ഇനി എന്ന് കുമ്പസാരിച്ചാലും ഓർക്കണം, യഥാർത്ഥത്തിലുള്ള പശ്ചാത്താപം അത് ദൈവസ്നേഹത്തെ പ്രതിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ തന്നോട് തന്നെയുള്ള സ്നേഹത്തെ പ്രതിയാണെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കുമല്ലോ എന്നുള്ള ഭയത്തിൻ്റെ പേരിലെങ്കിലും നമുക്ക് ദുഃഖമുണ്ടാകണം മനസ്സിൽ. അതിൻ്റെ ഫലമായിട്ട് ഇനി പാപം ചെയ്യുകയില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും വേണം. ഈ പ്രതിജ്ഞയ്ക്ക് ശേഷമാണ് നമ്മൾ പിന്നീട് പാപം ഏറ്റുപറയുവാനായിട്ട് വൈദികനെ സമീപിക്കുന്നത്. അത് 4-മത്തെ കാര്യമാണ്. 4-മത്തേത് ഏറ്റുപറച്ചിലാണ്. ഏറ്റുപറച്ചിലിന് നമ്മൾ ഈ മനസ്താപവും പ്രതിജ്ഞയും എടുത്തതിന് ശേഷം മാത്രമേ കുമ്പസാരക്കൂടിനെ സമീപിക്കാവൂ. ഏറ്റുപറച്ചിലിൽ നമ്മൾ ആത്മശോധനയിൽ കണ്ടുപിടിച്ച പാപങ്ങളാണ് നമ്മൾ ഏറ്റുപറയേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഓരോ പ്രമാണങ്ങളുടെയും ഓരോ കൽപ്പനകളുടെയും മൂലപാപങ്ങളുടെയും ദൈവദോഷത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മൾ വൈദികനോട് ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോൾ ഗൗരവമുള്ള പാപങ്ങളാണെങ്കിൽ അതിൻ്റെ എണ്ണവും അതിൻ്റെ തരവും ഒക്കെ പറയുന്നത് നല്ലതാണ്. സഭ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. അതിൻ്റെ എണ്ണവും തരവും ഒക്കെ പറയണമെന്ന്. ചിലപ്പോൾ പലരും വന്നിട്ട് എണ്ണവും തരവും അതിൻ്റെ ഗൗരവവും ഒന്നും മനസ്സിലാക്കാതെ കുറച്ച് പാപങ്ങളങ്ങ് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചെയ്യാത്ത പാപം പോലും പറയുന്ന പലരെയും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പണ്ടുകാലത്ത് വന്നുപോയ ചില പാപങ്ങളുടെയൊക്കെ പേരങ്ങൾ പറയും. അതിന് ഒരു സാധ്യത പോലും ഇല്ലാത്ത അവസരത്തിലും ചോദിക്കുമ്പോൾ അത് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ചിലർ മാതാപിതാക്കളെ അനുസരിച്ചിട്ടില്ല എന്ന് പറയും. ഇവർക്ക് തന്നെ 10-70 വയസ്സുണ്ട്. അപ്പം മാതാപിതാക്കൾ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. പിന്നെ എന്നാ കുമ്പസാരത്തിൽ അത് പറഞ്ഞേ? അല്ല, നിങ്ങൾ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങ് പറഞ്ഞതാണ്. ആദ്യ കുർബാന സ്വീകരണ സമയത്ത് സിസ്റ്റർമാർ കുറേ മോഡൽ പാപങ്ങളൊക്കെ പറയും. പലരും ഇപ്പോഴും കുമ്പസാരിക്കുന്നത് ആ മോഡൽ പാപങ്ങളാണ് ഏറ്റുപറയുന്നത്. വലിയ നിരുപദ്രവമല്ലാത്ത കുറേ പാപങ്ങളും പിന്നെ വരാൻ സാധ്യതയുള്ള കുറേ പാപങ്ങളൊക്കെയാണ് അന്ന് സിസ്റ്ററൊക്കെ പഠിപ്പിച്ചു വിടുന്നത്. കാരണം കൊച്ചു പിള്ളേരല്ലേ, അവരോട് ഓരോന്നും വിശദമായിട്ടൊട്ട് പറയാനും സാധിക്കില്ലാത്തതുകൊണ്ട് കുറേ പാപങ്ങളുടെ പേരൊക്കെ പഠിപ്പിച്ചു വിടും. അന്ന് പറയാൻ തുടങ്ങിയതാണ് ഇപ്പോഴും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല,
ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആത്മശോധനയിൽ നമ്മൾ കണ്ടുപിടിച്ച പാപങ്ങൾ പറയുക. യഥാർത്ഥത്തിൽ നമുക്ക് മനസ്താപമുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം പറയാനോ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം അത് ചെയ്തെന്ന് പറയാനോ നമുക്ക് മടിയുണ്ടാവുകയില്ല. പിന്നെ അത് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ ലഘുപാപങ്ങളും പറയുന്നത് അഭികാമ്യമാണ്. കാരണം ആ പാപങ്ങളിലേക്കും വീണ്ടും വീഴാതിരിക്കാനുള്ള കൃപ നമുക്ക് കിട്ടും. ചിലരൊക്കെ പറയുന്ന ഒരു വാദഗതിയുണ്ട്, കുമ്പസാരത്തിലൂടെ പാപം മോചിക്കേണ്ട ആവശ്യമില്ലല്ലോ, കുർബാന തന്നെ ഒരു പാപമോചന കൂദാശയല്ലേ എന്ന്. അങ്ങനെയാണ്, ശരിയുമാണ്. പക്ഷെ മനസ്സിലാക്കുക, കുർബാനയിലൂടെ പാപദോഷങ്ങളാണ് മോചിക്കപ്പെടുക എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. മാരകമായ പാപങ്ങളുടെ മോചനത്തിന് കുമ്പസാരമെന്ന കൂദാശ തന്നെ സ്വീകരിക്കണം എന്നാണ് സഭയുടെ പഠനം. കാരണം ഓരോ കൂദാശയ്ക്കും ഓരോ തരത്തിലുള്ള പ്രസാദപരമാണുള്ള. എല്ലാ കൂദാശകൾക്കും പ്രസാദപരം ലഭിക്കുന്നത് കർത്താവ് ഈശോ മിശിഹ കുരിശിൽ മരിച്ചതിൻ്റെ യോഗ്യതയാണ്. എന്നിരുന്നാലും ഓരോ കൂദാശയ്ക്കും ഓരോ തരത്തിലുള്ള പ്രസാദപരമാണ് ലഭിക്കുന്നത്. വിവാഹമെന്ന കൂദാശയിലൂടെ ലഭിക്കുന്ന പ്രസാദപരമല്ല തിരുപ്പട്ടമെന്ന കൂദാശയെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ കുമ്പസാരത്തിലൂടെ ലഭിക്കുന്ന പ്രസാദപരം അത് പാപമോചനത്തിൻ്റെ പ്രസാദപരവും മേലിൽ ആ പാപത്തിൽ വീഴാതിരിക്കാനുള്ള കൃപയാണ് നൽകുന്നത്. കുർബാനയിൽ പാപദോഷങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട്, മോചിക്കപ്പെടുന്നുണ്ട്. അതേസമയം കുമ്പസാരമെന്ന കൂദാശ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് മാരക പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുക. അതുകൊണ്ട് മാരക പാപം കണ്ടുപിടിച്ചാൽ കുമ്പസാരത്തിലൂടെ മാത്രമേ നമുക്കത് മോചനം കിട്ടുകയുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. മറ്റുള്ളത് കുമ്പസാരം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന ചില സാധ്യതകൾ മാത്രമാണ്. അതിൽ നമ്മൾ വീണു പോകരുതെന്ന് പ്രത്യേകമായിട്ട് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, കുമ്പസാരത്തിൽ നിന്നും നമ്മളെ അകറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് പിശാചാണ്. കാരണം അവൻ്റെ അടിമത്തത്തിൽ നിന്നാണ് നമ്മൾ കുമ്പസാരത്തിലൂടെ മോചിതരാകുന്നത്. അത് അവന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് കുമ്പസാരിക്കാതിരിക്കാൻ, അതേപോലെ തന്നെ പാപങ്ങളെല്ലാം ഏറ്റുപറയാതിരിക്കാൻ അവൻ നമ്മളിൽ വലിയ സ്വാധീനം ചെലുത്തും. പലപ്പോഴും നമ്മളതിലൊക്കെ വീണു പോവുകയും ചെയ്യും. അതേപോലെ തന്നെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു പാപവും മറച്ചു വെച്ച് കുമ്പസാരിക്കരുത്. മറന്നുപോയാൽ സാരമില്ല, മറന്നു പോകുന്നതല്ല. ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നും എങ്ങനെ അച്ഛനോട് അത് പറയുന്നതേ എന്ന്. അങ്ങനെ ചിലപ്പോൾ ചില പാപങ്ങൾ മറച്ചു വയ്ക്കാൻ പിശാച് നമ്മളെ പ്രേരിപ്പിക്കും. അതിന് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കരുത്. കാരണം അത് പിശാചിൻ്റെ ഒരു തട്ടിപ്പാണ്. നമ്മുടെ കുമ്പസാരം വാസ്തവമാകാതിരിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് ഓർക്കുക, കുമ്പസാരത്തിൽ അത് പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ എല്ലാ പാപവും ഏറ്റുപറയണം. അനുതാപം എല്ലാ പാപത്തിലും വേണമെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴൊന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്, എല്ലാ പാപങ്ങളും നമ്മൾ ഏറ്റുപറയണം. പ്രത്യേകിച്ച് മാരക പാപങ്ങളാണെങ്കിൽ. പാപദോഷങ്ങൾ, ലഘുപാപങ്ങൾ അത് നമ്മൾ പറയുന്നത് അഭികാമ്യമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. കാരണം ആ പാപത്തിലേക്കുള്ള പ്രവണത ഒഴിവാകാനായിട്ട്, വീണ്ടും അത്തരം പാപങ്ങളിൽ വീഴാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഓർക്കുക, പാപം ഏറ്റുപറയണം, എല്ലാ പാപങ്ങളും ഏറ്റുപറയണം. മാരകപാപമാണെങ്കിൽ അതിൻ്റെ എണ്ണവും തരവും നമ്മൾ പറയുന്നതാണ് അഭികാമ്യമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി കുമ്പസാരിക്കുമ്പോൾ ഏതച്ഛനാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുമ്പസാരിക്കുന്നത് ദൈവത്തോടാണെന്നുള്ള ചിന്തയിൽ ഈശോയുടെ ഭൗതിക ശരീരമായ സഭയുടെ പ്രതിനിധിയായിട്ടാണ് അച്ഛൻ അവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന അച്ഛനായിരിക്കാം, കൂട്ടുകാരനായിരിക്കാം, അല്ലെ ആരുമായിക്കൊള്ളട്ടെ.
അച്ഛനെയല്ല നോക്കേണ്ടത്. അവിടെ ഇരിക്കുന്നത് സഭയുടെ പ്രതിനിധിയാണ്. സഭ എന്ന് പറയുന്നത് ഈശോയുടെ ഭൗതിക ശരീരമാണ്. ആ ഒരു ചിന്തയിൽ വേണം നമ്മൾ കുമ്പസാരിക്കുമ്പോൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പ്രത്യേകം ഓർക്കണം. മാരകപാപങ്ങൾ എല്ലാം നിർബന്ധമായിട്ടും ഏറ്റുപറയണം. അതിൻ്റെ എണ്ണം പറയണം, അതിൻ്റെ തരം പറയണം, അതിൻ്റെ സാഹചര്യം പറയണം. അത് മനസ്താപം ഉണ്ടെങ്കിലേ നമുക്കങ്ങനെ പറയാൻ തോന്നുകയുള്ളൂ. അതോടൊപ്പം തന്നെ ലഘുപാപങ്ങളുണ്ടെങ്കിൽ പാപദോഷം നമ്മൾ പറയും. മാരകമല്ലാത്ത പാപങ്ങൾ അത് നമ്മൾ ഏറ്റുപറയുന്നത് എപ്പോഴും അഭികാമ്യവുമാണ്. കുമ്പസാരത്തിനണയുമ്പോൾ ഈ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. മനസ്തപിച്ച് മേൽ പാപം ചെയ്യില്ല എന്ന പ്രതിജ്ഞയെടുത്ത് ആ പ്രതിജ്ഞയുടെ ഫലമായിട്ട് തെറ്റിപ്പോയി, എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു, ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് ഞാൻ അർഹനായി എന്ന് ഉള്ള മനോഭാവത്തോടെ ഈശോയുടെ സന്നിധിയിലാണ് ഞാൻ എൻ്റെ പാപം ഏറ്റുപറയുന്നത് പോലെ ഏറ്റുപറയുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ഞാൻ ചെയ്ത ഓരോ പാപവും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. ആ പാപത്തെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. ആ പാപങ്ങളുടെ മേൽ നീ കാൽവരിയിൽ ചിന്തിയ തിരുരക്തം ചൊരിയണമേ. അങ്ങനെ എൻ്റെ ഓരോ പാപങ്ങളും മോചിച്ച് മേലിൽ ഇത്തരം പാപത്തിൽ വീഴാതിരിക്കുവാനുള്ള കൃപ നീ എനിക്ക് നൽകണമേ എന്ന് ഞാൻ വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ ആശീർവദിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ.